ഈ വീഡിയോയിൽ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു വിഷയത്തിനെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്കയ്ക്ക് എപ്പോഴും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രംപിൻ്റെ നയമാറ്റം പലതരത്തിലും, അതായത് ഒരു രീതിയിലും സ്ഥായിയായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറയാനുള്ള കാരണം വെച്ചാൽ ഇത് പലരും പല രീതിയിൽ ട്രംപിനെ വിമർശിക്കുന്നുണ്ട്. ഇസ്രായേലിന് ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. അല്ലാതെ അമേരിക്ക വന്ന് ഇസ്രായേലിൻ്റെ ഒപ്പം നിന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല, ഇറാനെ അടിക്കണം എന്നൊന്നും ഇസ്രായേൽ പറയുന്നില്ല. പക്ഷെ ഇതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അത് കാരണം വെച്ചാൽ നെതന്യാഹു എന്ന് പറഞ്ഞ വ്യക്തി 1990 മുതലേ ഇറാന്റെ പുറയിലുണ്ട്. ഇത് ഇറാനെ ഇപ്പൊ ഇന്ന് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ചെയ്തിട്ട് ഇന്ന് ജസ്റ്റ് നെതന്യാഹു സ്വന്തം താല്പര്യം കൊണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ആക്രമണം നടത്തി എന്നല്ല. ഇതിനെ കാണേണ്ടത് നെതന്യാഹു എന്ന് പറഞ്ഞ വ്യക്തി 1990 മുതലേ ഇറാന്റെ പുറയിലുണ്ട്. നെതന്യാഹുവിന്റെ ലക്ഷ്യബോധം തന്നെ ഇറാനെ ന്യൂക്ലിയർ ഫ്രീ രാജ്യമായിട്ട് മാറ്റുക. അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഷാ ഭരണകൂടം തിരിച്ചു കൊണ്ടുവരിക എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് 1979 നടന്ന ഒരു അട്ടിമറി, ഭരണകൂട അട്ടിമറി. അങ്ങനെയാണ് ഈ ഇറാന്റെ ഈ ഭരണകൂടം, അതായത് ഈ ഖിലാഫത്ത് ഭരണകൂടം അവിടെ ഭരണത്തിൽ വരുന്നത്. അതിനു മുമ്പ് ഇറാൻ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. ഈ രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലോ ഇതുപോലത്തെ റിലീജിയസ് കസ്റ്റംസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മതഭരണകൂടം അവിടെ ഭരണം പിടിക്കുന്നത്. ഇവർ ഭരണം പിടിച്ച പാടെ ഏതാണ്ട് എക്സാക്ട്ലി താലിബാൻ എന്താണോ ചെയ്യുന്നത് അതേപോലത്തെ നിർദ്ദേശങ്ങളൊക്കെ അവിടെ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്കൊക്കെ ഈ മതപരമായിട്ടുള്ള വസ്ത്രധാരണ, അതുപോലത്തെ പഠന രീതി, നിയമങ്ങൾ, പെണ്ണുങ്ങൾക്ക് എതിരെ വിവേചനം, അങ്ങനെ പല രീതിയിലുള്ള ഈ റിലീജിയൻ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കസ്റ്റംസും അവിടെ ജനങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഈ ഭരണകൂടം അവിടെ വന്നത്. അപ്പൊ അങ്ങനെ വന്നതോടുകൂടി ആ റിലീജിയന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ ഒരു ഐഡിയോളജിയാണ് ശരിക്കും അവിടുത്തെ യഹൂദർക്ക് നേരെ അവർ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു രീതിയിലുള്ള ശത്രുതയൊന്നും ഇല്ലായിരുന്നു. ഒരു ശത്രുതയും ഇല്ലാണ്ട് അവിടുത്തെ യഹൂദരെയൊക്കെ ഇവർ നാട് കടത്തുകയും അടിക്കുകയും കൊല്ലുകയും അവർക്കെതിരെയുള്ള ആക്രമണങ്ങളും ഇങ്ങനെയൊക്കെ അഴിച്ചുവിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇവിടെ ഓൾറെഡി രൂപപ്പെട്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ, ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് യഹൂദർ ഇസ്രായേലിന്റെ ഉള്ളിൽ വന്ന് കുടിയേറിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 1979 48 ഇസ്രായേൽ ഫോം ചെയ്തതിനു ശേഷം ഇസ്രായേൽ അവിടെ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇറാനിൽ നിന്നും ഈ 79 ഭരണമാറ്റം നടക്കുമ്പോഴും അവിടെ നിന്നും ഒരുപാട് യഹൂദർ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്ന് ഇപ്പൊ താമസിക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന കുറെ യഹൂദരുണ്ടായിരുന്നു. അവര് അവിടെ തന്നെ താമസിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കെതിരെ എപ്പോഴും ഒരു മൈനോറിറ്റി എന്നുള്ള നിലയിൽ എപ്പോഴും ഈ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു IRGC ഭരണകൂടം എപ്പോഴും ഒരു അടിച്ചമർത്തൽ, ആ മൈനോറിറ്റികൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വെക്കാനുള്ള കാരണം വെച്ചാൽ നിലവിൽ 1990 മുതലേ ഞാൻ പറഞ്ഞല്ലോ, നെതന്യാഹുവിന്റെ ഒരു എയിമാണ് ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആവാതിരിക്കുക എന്നുള്ളത്. അപ്പൊ നെതന്യാഹുവിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ എയിം ഇതോട് തീർന്നോ? ഇപ്പൊ ഇറാന്റെ ഇപ്പോഴത്തെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റിലുള്ള സ്ഥലങ്ങളൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അല്ല. കാരണം ഇത് ഏത് നേരത്ത് വേണമെങ്കിലും ഇറാൻ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടത്താവുന്നേ ഉള്ളൂ. ഇപ്പൊ നടത്തുന്ന ആക്രമണം ഒരു സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നെതന്യാഹുവിനും അറിയാം, അതുപോലെ തന്നെ ഇറാനും അതറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെതന്യാഹുവിന് അഥവാ ഇസ്രായേലിന് ഒരു ഹിഡൻ പ്ലാൻ ഉണ്ട്. ആ ഹിഡൻ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറാന്റെ തലപ്പത്തിരിക്കുന്ന സുപ്രീം ലീഡറിനെ തട്ടുക എന്നുള്ളതാണ്. ഇതാണ് പ്ലാൻ. ഇപ്പം നാളെ ട്രംപ് പറയാണ്, ഞാൻ ഇസ്രായേലിനോടൊപ്പം ഇറങ്ങി അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു, ഞങ്ങൾ ഓക്കെയാണ് എന്ന് ട്രംപ് ഭരണകൂടം പറയുന്നെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ ഈ ഞാൻ പറഞ്ഞ സംഭവം നടന്നിരിക്കും. ഇറാന്റെ ഉള്ളിൽ കയറി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന പോലെ കംപ്ലീറ്റ് ഓഫീസർമാരെയും വിളിച്ചു കൂട്ടി ഒരു റൂമിനകത്ത് ഇട്ട് കതവടച്ച് ഡ്രോൺ ഇട്ട് പൊട്ടിച്ച് അവരത്രയും പേരെയും വധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഇസ്രായേലിന് ഇങ്ങനെ ഒരു ടാർഗറ്റായിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇറാന്റെ സെക്യൂരിറ്റി എത്രമാത്രം വീക്കാണ്, അതെങ്ങനെയാണ് ഇസ്രായേൽ വളരെ ഈസി ആയിട്ട് ബ്രീച്ച് ചെയ്തു പോകുന്നത്. അതോടൊപ്പം ആയത്തുൽ ഖമനേയി എന്ന് പറഞ്ഞ അവിടുത്തെ സുപ്രീം ലീഡറിന്റെ സെക്യൂരിറ്റിക്ക് എന്താണ് ഉറപ്പ്? വളരെ ഈസിയാണ്, എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും ഈ മൊമെന്റിൽ, ഈ സാഹചര്യത്തിൽ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അമേരിക്ക ജസ്റ്റ് കുറച്ച് ബാക്ക് അടിച്ച് നിൽക്കുന്നത്. കാരണം ഈ മൊമെന്റിൽ ട്രംപ് ജസ്റ്റ് വൈറ്റ് ഹൗസിൽ നിന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി, ഒരു ട്വീറ്റ് ഇട്ടാൽ മതി, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെതിരെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്.
ഈ ഗെയിം ഇവിടെ അവസാനിക്കും. ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു പ്ലാനും ഇല്ല, അതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അമേരിക്കയ്ക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതില്ല. ഇതും പറഞ്ഞു കഴിഞ്ഞ വാക്കാണ്. നെതന്യാഹു ട്രംപിന് ബർത്ത്ഡേ വിഷസും അതുപോലെ 250 ആർമി സെലിബ്രേഷൻ ഡേക്കുള്ള വിഷസൊക്കെ അറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപ് ട്വീറ്റ് ഇടുന്നത്, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അമേരിക്ക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല എന്നുള്ള ട്വീറ്റ് ഇടുന്നത്. അപ്പോൾ എന്തായാലും അത് ഇട്ട സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോവാണ്. അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ ട്രംപ് ഒരു വാക്ക് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, അഥവാ ഇറാന്റെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ ബേസിലേക്ക് നടക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ വാർഷിപ്പിലോ അമേരിക്കയുടെ ചരക്ക് കപ്പലുകളിലോ അമേരിക്കയുടെ മിലിറ്ററി ബേസുകളോ അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ ഹോൾഡ് ചെയ്യുന്ന മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളിലോ നടത്തിയാൽ അമേരിക്കയെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക വന്ന് അടിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. ഇറാഖിന്റെ അമേരിക്കൻ ബേസിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇത് ഇറാൻ നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇറാഖിലുള്ള ഇറാന്റെ പ്രോക്സികൾ ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ടും അമേരിക്ക ഈ ഒരു വിഷയം നടക്കാത്തതുപോലെ അതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള ഒരു വാർത്തയോ അതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള ഫോക്കസോ അത് നടന്നിട്ടേ ഇല്ല എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോവാണ്. ഇതിനെക്കുറിച്ച് ചർച്ചയേ ഇല്ല. ഈ ട്വീറ്റ് ഇട്ടതിൻ്റെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറാഖിലുള്ള അമേരിക്കൻ ബേസിൽ ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. എന്നിട്ട് ട്രംപ് പറഞ്ഞതുപോലെ ഒരു റിയാക്ഷനും എടുത്തിട്ടില്ല. ഇപ്പം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്, അമേരിക്കയ്ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്, അവരുടെ ഡീപ് സ്റ്റേറ്റിന് കൃത്യമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അവർ ഇസ്രായേലിന് എല്ലാ സപ്പോർട്ടും ചെയ്യും. ഇസ്രായേലിന് ഇപ്പം നിമിറ്റ് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് കരിയർ അയച്ചു കൊടുത്തല്ലോ, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് മാക്സിമം ഇന്റർസെപ്റ്റേഴ്സ് ഉള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് ആയുധങ്ങളൊക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട്, പല രീതിയിലുള്ള ഹെൽപ്പും ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിസിക്കലി ഇൻവോൾവ് ആകാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഹെൽപ്പും ചെയ്യും. ഇതിലുപരിയായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ UK സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇറാന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് ഫുൾ ഡേ ടൈമിൽ അതിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും. ഞായറാഴ്ച വൈകുന്നേരം തൊട്ട് ഇറാൻ മിസൈലുകൾ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ കാഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നാലേ അറിയാൻ പറ്റും. ശനിയാഴ്ച ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 7 സ്ഥലങ്ങളിലാണ് അവർ ടാർഗറ്റ് ചെയ്തതായിട്ട് ഇസ്രായേൽ കൺഫേം ചെയ്തിരിക്കുന്നത്. 7 സ്ഥലങ്ങളിൽ ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇൻക്ലൂഡിങ് ഒരു ഹൈഫ പോർട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. ഹൈഫ പോർട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദാനിയുടെ കൺട്രോളിലാണ്. പോർട്ട് ഓപ്പറേഷൻ നോർമലായിട്ട് തന്നെ നടക്കുന്നു എന്നാണ്. പോർട്ട് ഓപ്പറേഷൻ ഒരിക്കലും ഇന്ററപ്റ്റ് ആയിട്ടില്ല. പോർട്ട് ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് അദാനിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേ ഇസ്രായേലും സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ശരിവെക്കുന്നത്. നെതന്യാഹു ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്തകളൊക്കെ പലരും ഫേക്ക് ആയിട്ട് അടിച്ചിറക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇറാന്റെ ആക്രമണം നടന്ന സ്ഥലങ്ങളിലൊക്കെ ആദ്യം ബെൻഗിവിർ വിസിറ്റ് ചെയ്തു. അവിടുത്തെ ഇന്റർണൽ സെക്യൂരിറ്റി ഓഫീസർ, NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്, ആ റാങ്കിലുള്ള ഓഫീസറാണ്. ബെൻഗിവിർ ഈ ഒരു ആക്രമണം നടന്ന സ്ഥലങ്ങളൊക്കെ ആദ്യം വിസിറ്റ് ചെയ്തു. രണ്ടാമത് നെതന്യാഹുവിന്റെ സംഘമാണ് ഈ ആക്രമണം നടന്ന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തത്. എന്നിട്ട് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഇതിന് ശക്തമായ തിരിച്ചടി ഞാൻ കൊടുക്കുമെന്ന്. നെതന്യാഹു ആ സ്പോട്ടിൽ നിന്ന് തന്നെ ഒരു പ്രസ് മീറ്റും കൂടെ കൊടുത്തിട്ടാണ് പോയത്. അതുപോലെ ആയത്തുൽ ഖമേനിയും ഇറാനിൽ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ആയത്തുൽ ഖമേനി എവിടെയും പോയിട്ടില്ല, ഇറാനിൽ തന്നെ ഉണ്ട്. അതായത് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ആ രാജ്യത്തിന്റെ ലീഡർ നാട് വിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്രമണങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ രാജ്യം പതറിപ്പോവും. പിന്നെ അവിടെ ആഭ്യന്തര കലാപം, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആയത്തുൽ ഖമേനി ഇറാനിൽ തന്നെ ഉണ്ട്, നെതന്യാഹുവും ഇസ്രായേലിൽ തന്നെ ഉണ്ട്. UK എക്സ് പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഇറാന്റെ ഉള്ളിലെ ന്യൂക്ലിയർ സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് അത് ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള കാര്യമല്ല, അതൊരു ഗ്ലോബൽ സോഷ്യൽ സർവീസ് എന്നാണ് ബോറിസ് ജോൺസൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഗ്ലോബൽ സോഷ്യൽ സർവീസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വാക്കാണ് ബോറിസ് ജോൺസൺ പറഞ്ഞിരിക്കുന്നത്. കിം ജോങ് ഉന്നിൻ്റെ കയ്യിലൊക്കെ ഈ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് കേട്ടോ. അപ്പം തികച്ചും ഇസ്രായേൽ 20 സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ഫോക്കസ് ചെയ്താണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത്. ഇഷ്ഫഹാൻ ടാർഗറ്റ് ലിസ്റ്റിൽ മെയിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഷ്ഫഹാനിലെ ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തുന്ന സ്ഥലം ഇസ്രായേലിൻ്റെ ടാർഗറ്റിൽ നമ്പർ 1 ആണ്. തെഹ്റാൻ മൊത്തത്തിൽ അടിച്ച് തകർക്കാനുള്ള തീരുമാനമുണ്ട്. ടെൽ അവീവ് എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരം, അത് എയിം ചെയ്യുന്ന സ്ഥിതിക്ക് തെഹ്റാൻ തന്നെയാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഇതിന് കൃത്യമായിട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ ആ ലിസ്റ്റൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ജനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് സിറ്റിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് പോവാണ്. ഇറാൻ ജനങ്ങളൊക്കെ സിറ്റിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് പോവാണ്. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഈ ആയത്തുൽ ഖമനേയി ഇറാന്റെ സുപ്രീം ലീഡറിന്റെ തലയ്ക്ക് കുറിവെക്കുന്ന ഇസ്രായേൽ. ഇത് ഞാനല്ല പറയുന്നത് കേട്ടോ, CNN ആണ് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്, അതും കൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.